ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ ക്ലയൻസിനെ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ നമ്മൾ നമ്മുടെ ബിസിനസ് പ്രൊഫൈൽ റിവ്യൂസ് ചെയ്യിപ്പിക്കും. പക്ഷേ പല സമയങ്ങളിലും ഈ ചെയ്യുന്ന റിവ്യൂസ് നമ്മുടെ ബിസിനസ് പ്രൊഫൈലിൽ കൗണ്ട് ആവാണ്ട് വരിക, അല്ലെങ്കിൽ ഗൂഗിൾ റിജക്റ്റ് ചെയ്ത് കളയുക. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കുറച്ച് നാളായിട്ട് നമ്മൾ പലരും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് നമ്മൾ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നു. നമ്മൾ പല സമയങ്ങളിലും ക്ലയൻസ് നമുക്ക് ഇതേപോലെ റിവ്യൂസ് ഒന്നും ചെയ്യാൻ എന്താ പറയുക, തയ്യാറാവാറില്ല. അല്ലെങ്കിൽ ആരും എന്താ പറയുക, ആരും അതിനുവേണ്ടി സമയം മെനക്കെടുത്താറില്ല. ആ സമയത്ത് നമ്മൾ അവരെ കൊണ്ട് പറഞ്ഞ് കഷ്ടപ്പെട്ട് റിവ്യൂസ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഇതേപോലെ ഗൂഗിൾ റിജക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കൗണ്ട് ചെയ്യാണ്ട് വരുന്ന സമയത്ത് നമുക്ക് ആർക്കാണെങ്കിലും സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾ ചെയ്യിപ്പിക്കുന്ന റിവ്യൂസ് നമ്മുടെ ബിസിനസ് പ്രൊഫൈലിൽ ഷോ ചെയ്യാതെ വരുന്നത്, അല്ലെങ്കിൽ ഗൂഗിൾ എന്തുകൊണ്ടാണ് ഇത് റിജക്റ്റ് ചെയ്ത് കളയുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, നമ്മൾ റിവ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഒരു കൗണ്ട് കാണിക്കും. അതായത് എത്ര റിവ്യൂസ് ഉണ്ട്. ഈ ഒരു റിവ്യൂസിനെ ബേസ് ചെയ്തിട്ടൊക്കെയായിരിക്കും നമ്മുടെ ഒരു കസ്റ്റമർ നമ്മളെപ്പറ്റി സെർച്ച് ചെയ്യുന്ന സമയത്ത് ഗൂഗിളിൽ എത്ര റിവ്യൂ ഉണ്ട്, ആ ഒരു റിവ്യൂവിൽ ഓവറോൾ റേറ്റിംഗ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളെ ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യിപ്പിക്കുന്ന റിവ്യൂസ് ഇവിടെ കൗണ്ട് ആകാതെ വരുന്ന സമയത്ത്, പണ്ട് സിനിമയിൽ പറഞ്ഞ പോലെ തോക്ക് തരാൻ വെടിവെക്കരുതെന്ന് പറഞ്ഞ രീതിയിൽ ആയുള്ള ഒരു സിറ്റുവേഷനാണ്. കാരണം നമ്മൾ ചെയ്യുന്ന റിവ്യൂസ് ചില സമയങ്ങളിലൊക്കെ അത് റിവ്യൂസിൻ്റെ സെക്ഷനിൽ പോയി നോക്കുന്ന സമയത്ത് റിവ്യൂസ് അവിടെ കിടക്കുന്ന കാണാം, പക്ഷേ കൗണ്ട് കൂടുന്നതായിട്ട് കാണൂല. ഓക്കെ. അപ്പം ആ ഒരു ഇഷ്യൂ ആണ് ഫേസ് ചെയ്യുന്നത് കൂടുതൽ ആളുകളും. ചില സമയങ്ങളിൽ റിവ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് റിവ്യൂ കൗണ്ട് കൂടും. ഒരു 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ റിവ്യൂസ് ഡ്രോപ്പ് ആകുന്നതായിട്ടും കാണാറുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വരുന്നത്, മെയിൻ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിങ്ങനെ വരാനുള്ള എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്ലൂഷൻ ഓഫ് ലിങ്ക്സ് ഓർ കോണ്ടാക്ട് ഇൻഫർമേഷൻ. അതായത് നമ്മൾ റിവ്യൂസ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ മറ്റ് ഇപ്പോൾ കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അതിൽ എന്തെങ്കിലുമൊക്കെ ലിങ്ക് ഇൻക്ലൂഡ് ചെയ്യുകയോ അല്ലെങ്കിൽ കോണ്ടാക്ട് ഇൻഫർമേഷനൊക്കെ ഇൻക്ലൂഡ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ പ്രശ്നങ്ങൾ വരാറുണ്ട്. കൂടുതൽ കേസുകളിൽ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, വരാനുള്ളൊരു ചാൻസ് ഇല്ല. പിന്നെ ഇങ്ങനൊരു ചാൻസ് ഉള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് അതിവിടെ മെൻഷൻ ചെയ്യുന്നത് മാത്രം. ഓക്കെ, പിന്നെ ആദ്യമേ തന്നെ പറയട്ടെ, ഞാനിവിടെ ഈ പറയുന്ന പല കാര്യങ്ങളും ഗൂഗിൾ എവിടെ മെൻഷൻ ചെയ്തതോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ പോളിസിയിൽ പറയാത്ത കാര്യങ്ങളോ പലതും ഞാനിവിടെ പറയുന്നുണ്ടാവും. ഇതൊന്നും ഒഫീഷ്യലായിട്ട് ഗൂഗിൾ പറഞ്ഞ കാര്യങ്ങളായിരിക്കണമെന്ന് നിർബന്ധമില്ല. എൻ്റെ ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് ആർട്ടിക്കിൾസിനൊക്കെ വായിച്ച കാര്യങ്ങൾ, അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം എന്താ പറയുക, വെള്ളം തൊടാതെ വിഴുങ്ങണമെന്ന് ഞാൻ ഒരിക്കലും എവിടെയും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം ഇൻക്ലൂഷൻ ഓഫ് ലിങ്ക്സ് ഓർ കോണ്ടാക്ട് ഇൻഫർമേഷൻ. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബയാസ്ഡ് റിവ്യൂസ്. അതായത് നമുക്കറിയാം, നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൊളീഗ്സ്, നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ വെച്ച് നമ്മൾ റിവ്യൂസ് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്ന റിവ്യൂസ് പല സമയങ്ങളിലും ഗൂഗിളിൽ അത് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പല ഉത്തരങ്ങൾ പറയാം. അതായത് ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിവ്യൂ ചെയ്യുന്ന ആളുകളുടെ ഒരു കണക്ഷൻ ഗൂഗിളിന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കാരണം ഗൂഗിൾ കംപ്ലീറ്റ്ലി ട്രാക്കഡാണ്. നമുക്കറിയാം, നമ്മളൊരു ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഗൂഗിളിന് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു പർട്ടിക്കുലർ വ്യക്തി എവിടെയൊക്കെ പോകുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, എന്തെല്ലാം കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നു എന്നൊക്കെയുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ഥാപനത്തിന് റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഗൂഗിളിന് കറക്റ്റ് മനസ്സിലാവും അയാളുടെ സെർച്ച് ഹിസ്റ്ററി എന്താണ്, അല്ലെങ്കിൽ അയാൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണ്, അല്ലെങ്കിൽ അയാൾ സ്ഥിരം പോകുന്ന സ്ഥലം എവിടെയാണ്, അയാളുടെ ഒരു ഫ്രണ്ട് ലിസ്റ്റ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഗൂഗിളിന് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള റിവ്യൂസ് വരുമ്പോൾ ഈ ഒരു സെയിം ഇൻഡസ്ട്രി നിൽക്കുന്ന ഒരാൾ സെയിം ഇൻഡസ്ട്രിക്ക് തന്നെ റിവ്യൂസ് കൊടുക്കുമ്പോൾ ഒരു ഡൗട്ട് അവിടെ വരും. ഗൂഗിൾ ചില സമയങ്ങളിൽ ഈ പറയുന്ന റിവ്യൂ റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ യൂസർ ബിഹേവിയർ ഹിസ്റ്ററി, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെർച്ചിങ് കാര്യങ്ങളൊക്കെ ഗൂഗിളിന് അറിയാം. അപ്പോൾ നമ്മുടെ സെർച്ച് എന്താ പറയുക, സ്ഥിരമായിട്ടും ഈ പറയുന്ന നമ്മുടെ ഇൻഡസ്ട്രി, നമ്മൾ ഈ റിവ്യൂ ഇട്ട ഇൻഡസ്ട്രിയുടെ തന്നെ സെർച്ചാണ് പോകുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു റിജക്ഷൻ അവിടെ നടക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഗൂഗിൾ യൂസ് AI ആൻഡ് മാനുവൽ ചെക്സ്. അതായത് പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ എന്താ പറയുക, അത്ര വലിയൊരു ചെക്കിങ് നടക്കാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ റിവ്യൂസ് ഇടുന്ന സമയത്ത് ഏത് റിവ്യൂവും ഇത്തരത്തിൽ അപ്രൂവ് ആകുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ AI ഒരു വരവോട് കൂടിയിട്ട് AI വെച്ചിട്ടും ചെക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മാനുവലായിട്ട് ചെക്ക് ചെയ്യുന്ന കേസുകളും ഉണ്ട്. പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AI ആ ഒരു ഇത് പ്രോപ്പറായിട്ട് ഇല്ലാത്തത് കൊണ്ട് മാനുവൽ ചെക്കിങ് അത്ര നല്ല രീതിയിൽ നടക്കുന്നില്ല. എത്രത്തോളം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് AI സാങ്കേതികവിദ്യ കൂടിയത് കൊണ്ട് തന്നെ
ഇത്തരത്തിലുള്ള ഒരു ചെക്കിങ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ മൂന്നാമത്തെ പോയിൻ്റാണ് ഇൻഅപ്രോപ്രിയേറ്റ് ഓർ ഒഫൻസീവ് കണ്ടൻറ്റ്. അതായത് നമ്മൾ പ്രോപ്പറായിട്ടല്ലാത്ത രീതിയിലുള്ള കണ്ടൻറ്റ് നമ്മുടെ റിവ്യൂസിൽ ചെയ്യുന്നതും ഇതേപോലുള്ള റിജക്ഷന് കാരണമാകുന്നുണ്ട്. ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ രീതിയിലുള്ള കേസുകളിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂസൊക്കെ വരാറുള്ളൂ. അതായത് നമ്മൾ ആദ്യം പറഞ്ഞതും മൂന്നാമത് പറഞ്ഞതും. പക്ഷേ രണ്ടാമത്തതൊക്കെ കോമൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഇൻഅപ്രോപ്രിയേറ്റ് കണ്ടൻറ്റ് നമ്മളിപ്പം നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനൊക്കെ സൈറ്റിൽ നമ്മൾ പോയിട്ട് ഒഫൻസീവായിട്ട് കണ്ടൻറ്റൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അത് റിജക്റ്റായി പോകാറുണ്ട്. അതല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക, മോശമായിട്ടുള്ള ലാംഗ്വേജൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ റിജക്ഷൻസ് സംഭവിക്കാറുണ്ട്. പിന്നെ മറ്റൊരു പോയിൻ്റാണ് സസ്പീഷ്യസ് റിവ്യൂ ആക്ടിവിറ്റി. അതായത് ഒരുപാട് പേര് അല്ലെങ്കിൽ ഒരുപാട് കേസുകളിൽ ഈ ഒരു ഇഷ്യൂ ആണ് സംഭവിക്കാറുള്ളത്. സഡൻ ഇൻഫ്ലക്സ് ഓഫ് റിവ്യൂസ് വിത്തിൻ എ ഷോർട്ട് ടൈം ഫ്രെയിം. അതായത് ഒരുപാട് നാൾ അത്ര റിവ്യൂസ് ഒന്നും കയറാത്ത ഒരു അക്കൗണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ റിവ്യൂസ് കയറുവാണ്. അതായത് നമ്മുടെ ഒരു ക്ലയൻറ്റ് നമുക്കൊരു വർക്ക് തരുന്നു, നമ്മുടെ ഒരു SEO വർക്ക് നമുക്ക് തരുന്നു. നമ്മൾ ലോക്കൽ SEOയും കൂടെയാണ് നമ്മൾ വർക്ക് എടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് എന്താ ക്ലയൻറ്റിൻ്റെ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റിവ്യൂസ് കൂടണം, പെട്ടെന്ന് നല്ല രീതിയിൽ റാങ്കിങ് കിട്ടണം. അങ്ങനെ വരുന്ന ക്ലയൻറ്റ് നമ്മൾ വാശി പിടിക്കുന്ന സമയത്ത് പല SEO എക്സ്പേർട്സും ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൾക്കായിട്ട് റിവ്യൂസ് കയറ്റും. ഏതെങ്കിലും ഒരു എന്താ പറയുക, ഒരു ടീമിനെ വെച്ചിട്ടോ ഒരു സെറ്റ് ഓഫ് ഗ്യാങ്ങിനെ വെച്ചിട്ട് ഇവർ റിവ്യൂസ് കയറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു റിവ്യൂസ് കൂടുന്ന സമയത്ത് ഗൂഗിളിന് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഒരിക്കലും അത്ര രീതിയിലൊരു റീച്ച് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലൊരു ട്രാഫിക് ഇല്ലാത്ത ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ അതായത് നമ്മുടെ ബിസിനസ് പ്രൊഫൈൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റുമായിട്ട്, അപ്പോൾ അത്ര രീതിയിലുള്ള ഒരു റീച്ചൊന്നും ഇല്ലാത്ത ഒരു കമ്പനി പെട്ടെന്ന് അങ്ങനെ ഇത്തരം റിവ്യൂ വന്നിട്ടുണ്ടെന്നുള്ളത് ഗൂഗിളിന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അവിടെ റിവ്യൂ വെലോസിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമുക്ക് ഒരു ഷോർട്ട് പീരീഡിൽ ഇത്രയും റിവ്യൂസ് കയറണമെങ്കിൽ അത് ഫേക്കായിട്ട് നമ്മൾ ചെയ്യിപ്പിച്ചതായിരിക്കണം എന്നുള്ള ആ ഒരു നിഗമനത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഗൂഗിൾ നമ്മുടെ കുറേ റിവ്യൂസൊക്കെ റിജക്റ്റ് ചെയ്യാനുള്ള ഒരു കാരണമാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ സസ്പീഷ്യസ് റിവ്യൂ ആക്ടിവിറ്റി ഒരു വലിയ ഫാക്ടറാണ്. പിന്നെ ഒരു മെയിൻ പോയിൻ്റാണ് റിവ്യൂസ് ഫ്രം ഡിസ്റ്റൻറ്റ് ലൊക്കേഷൻസ്. അതായത് ഡിസ്റ്റൻറ്റ് ലൊക്കേഷൻസിൽ നിന്ന് നമുക്ക് റിവ്യൂസ് കയറുന്നത് ഇതേപോലുള്ള റിജക്ഷൻ അല്ലെങ്കിൽ കൗണ്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. നമുക്കൊരു സർവീസ് കൊടുക്കുന്ന ഒരു വർക്ക്ഷോപ്പ് നമ്മൾ ഓൺലൈൻ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ കസ്റ്റമറുടെ അടുത്ത് പോയി നമ്മൾ സർവീസ് കൊടുക്കുന്നില്ല, നമ്മുടെ ഷോപ്പിലേക്ക് വന്ന് മാത്രമാണ് നമ്മൾ സർവീസ് കൊടുക്കുന്നതെന്ന് വെക്കുക. നമ്മളത് ബിസിനസ് പ്രൊഫൈലിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഓൺ സൈറ്റ് മാത്രമേ ഉള്ളൂ, അല്ലാതെ നമ്മളവിടെ പോയി ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കേസ് വരുന്ന സമയത്ത് ഒരാൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ വരാതെ ഒരു നല്ല ഡിസ്റ്റൻസിൽ ഇരുന്നുകൊണ്ട്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഷോപ്പ് വരുന്നത് കാലിക്കറ്റാണ്, റിവ്യൂ ചെയ്ത ആൾ ഗൾഫിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കേസുകളൊക്കെ വരുന്ന സമയത്ത് ഗൂഗിളിൽ മനസ്സിലാവും, ഓക്കെ, ഇത് ഫേക്കായിട്ട് ചെയ്യുന്ന റിവ്യൂസാണ്. കാരണം ഈ ഒരു കസ്റ്റമർ അവിടെ പോയിട്ടില്ല, പോകാതെ തന്നെ റിവ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന റിജക്ഷൻ വരും. വേറൊരു പോസിബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ റിവ്യൂ ഇടുന്ന ഒരാൾ ഇന്ന് ഒരു റിവ്യൂ ഇടുന്നു, കോഴിക്കോടുള്ള ഒരു കമ്പനിക്ക് വേണ്ടി റിവ്യൂ ഇടുന്നു. അതേ ആൾ കൊച്ചിയിലുള്ളൊരു കമ്പനിക്ക് വേണ്ടി റിവ്യൂ ഇടുന്നു. അതേ ആൾ തന്നെ UAE ഒരു കമ്പനിക്ക് വേണ്ടി റിവ്യൂ ഇടുന്നു. അപ്പം ഇത്തരത്തിൽ 3ഉം 4ഉം എന്താ പറയുക റിവ്യൂസ് ചെയ്യുന്ന സമയത്ത് ഗൂഗിളിന് മനസ്സിലാവും, ഓക്കെ, ഇതൊരു ഫേക്ക് റിവ്യൂ ആണ്. പല സമയത്തും നമ്മൾ ഇതേപോലുള്ള ഏതെങ്കിലും പെയ്ഡ് ആയിട്ടുള്ള റിവ്യൂസ്, അതായത് ബൾക്കായിട്ടുള്ള റിവ്യൂസ് നമ്മൾ ഒരു ടീമിനെയൊക്കെ വെച്ച് നമ്മൾ ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഇവർ പല കമ്പനിക്ക് വേണ്ടിയിട്ടും ചെയ്യുന്നുണ്ടാവും. അതായത് അവർ UAE കമ്പനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ US കമ്പനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടാവും, നമ്മുടെ കേരളത്തിലുള്ള കമ്പനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടാവും, ബാംഗ്ലൂർ ഉള്ള കമ്പനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതെല്ലാം അവർ റിപ്പീറ്റഡായിട്ട് ചെയ്യുന്ന സമയത്ത് ഗൂഗിളിന് മനസ്സിലാവും, ഇവർ ഇവിടെ ഒന്നും പോയിട്ടില്ല, പക്ഷേ ഇവരൊക്കെ റിവ്യൂസ് ചെയ്യിക്കുന്നുണ്ട്. ഈ ചെയ്യുന്നത് ഇതേപോലെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഓൺ സൈറ്റിൽ മാത്രം സർവീസ് കൊടുക്കുന്ന കമ്പനികൾക്കൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള റിവ്യൂസ് റിജക്റ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതാണ് റിവ്യൂസ് ഫ്രം ഡിസ്റ്റൻറ്റ് ലൊക്കേഷൻസ് എന്നുള്ള ആ ഒരു കേസിൽ റിജക്റ്റ് ആവാനുള്ള ഒരു ചാൻസ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവ്യൂസ് ഫ്രം എംപ്ലോയീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എംപ്ലോയീസ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫിനെയൊക്കെ വെച്ചിട്ട് എന്താ പറയുക, നമ്മൾ റിവ്യൂസ് ചെയ്യിപ്പിക്കുമ്പോൾ ഗൂഗിളിന് സിമ്പിളായിട്ടത് ആ ഒരു ബിഹേവിയർ ഹിസ്റ്ററിയൊക്കെ വെച്ചിട്ട് ഗൂഗിളിന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള റിവ്യൂസ് റിജക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒന്നാണ് ഫേക്ക് ഓർ പെയ്ഡ് റിവ്യൂസ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു രീതിയാണ് ഈ പെയ്ഡ് റിവ്യൂസ് എന്ന് പറയുന്നത്. നിലവിൽ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ നിലവിൽ അവൈലബിൾ ആണ്. ഒരുപാട് ആഡുകളൊക്കെ നമ്മൾ കാണാറുമുണ്ട് ഇതേപോലെ പെയ്ഡ് ആയിട്ടുള്ള റിവ്യൂസ് ചെയ്യിപ്പിക്കുന്ന. എനിക്ക് തോന്നുന്നൊരു
50, 60, 70 ആ റേഞ്ചിലൊക്കെ പെർ റിവ്യൂവിന് വെച്ചിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഇതുപോലുള്ള റിജക്ഷൻസ് നടക്കാറുണ്ട്. അപ്പം കുറേ പേര് ചോദിക്കും, ഇത് പെയ്ഡാണ് അല്ലെങ്കിൽ ഫേക്ക് റിവ്യൂ ആണെന്നുള്ളത് ഗൂഗിളിന് എങ്ങനെ മനസ്സിലാവും എന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് നിലവിൽ ഗൂഗിളിന് അവൈലബിൾ ആണ്. ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IP അഡ്രസ് ട്രാക്കിംഗ്. സെയിം IP അഡ്രസ്സിൽ നിന്ന് തന്നെ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു ടീമിനെയാണ് ഏൽപ്പിക്കുന്നത് വിചാരിക്കുക. ഈ ഒരു ടീം ഒരു ഒറ്റ കമ്പനിയുടെ അണ്ടറിൽ അല്ലെങ്കിൽ ഒറ്റ വൈഫൈയുടെ അണ്ടറിൽ ഇരുന്നുകൊണ്ടാണ് ഈ പറയുന്ന റിവ്യൂസൊക്കെ ചെയ്യുന്നതെങ്കിൽ അവിടെ IP അഡ്രസ്സ് വെച്ച് ഗൂഗിളിന് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരത്തിൽ വരുന്ന റിവ്യൂസ് ഫേക്ക് ആണെന്നുള്ള ഗൂഗിൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ റിവ്യൂവർ ആക്ടിവിറ്റി, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, പലതരത്തിലുള്ള ഇൻഡസ്ട്രികളിൽ പോയിട്ട് റിവ്യൂ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് അതെങ്കിൽ ഗൂഗിളിന് മനസ്സിലാവും ഇതൊരു പെയ്ഡ് ആയിട്ടുള്ള റിവ്യൂ ചെയ്യുന്ന ടീമാണ് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അത് റിജക്റ്റ് ആവും. അതേപോലെ ജിയോഗ്രാഫിക് ലൊക്കേഷൻ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല ലൊക്കേഷനിലേക്ക് റിവ്യൂസ് ചെയ്യിപ്പിക്കുന്നു. അതായത് അറ്റ് എ ടൈം തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും റിവ്യൂ ചെയ്യുന്ന ഒരു ആളെ വെച്ച് ഗൂഗിൾ നോക്കുന്ന സമയത്ത് ഷുവറായിട്ടും അത് ഫേക്ക് റിവ്യൂ ആണല്ലോ. ഓക്കെ, ആ ഒരു രീതിയിലും ഇവിടെ റിജക്ഷൻ സംഭവിക്കാം. പിന്നെ വരുന്നത് കീവേഡ് യൂസേജ്. ഓവറായിട്ട് നമ്മൾ കീവേഡ് സ്റ്റഫ് ചെയ്തുകൊണ്ട് നമ്മുടെ റിവ്യൂസിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കീവേഡ് നമ്മൾ നമ്മുടെ റിവ്യൂവിൽ ചെയ്യാനായിട്ട് SEO അത്യാവശ്യം അറിയുന്ന ഒരാൾക്കറിയാം നമ്മുടെ എന്താ പറയുക ബിസിനസ് പ്രൊഫൈലിൽ വരുന്ന റിവ്യൂസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കീവേഡ് നമ്മുടെ റാങ്കിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഓവറായിട്ട് കീവേഡ് സ്റ്റഫ് ചെയ്തിട്ട് ബെസ്റ്റ് അല്ലെങ്കിൽ ടോപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്റ്റഫ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ റിജക്ഷൻസ് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ വരുന്ന ഒരു കേസാണ് ലാക്ക് ഓഫ് കസ്റ്റമേഴ്സ് ഇൻട്രാക്ഷൻ. അതായത് നമ്മുടെ എന്താ പറയുക നമ്മുടെ ബിസിനസ് പ്രൊഫൈലിൽ ഈ പ്രോപ്പറായിട്ടുള്ള, അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗൂഗിൾ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അത് പെയ്ഡ് റിവ്യൂസ് ആണോ അല്ലെങ്കിൽ ഫേക്ക് റിവ്യൂ ആണോ എന്നുള്ള ഗൂഗിൾ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതാണ് ഈ പറയുന്ന പോയിന്റ്സിലൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത ഒരു കാര്യം ഗൂഗിൾ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളത് ലാക്ക് ഓഫ് കസ്റ്റമർ ഇൻട്രാക്ഷൻ ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യത്തിൽ ഇത് ഉൾപ്പെടുന്നുണ്ട്. അതായത് നമ്മുടെ ബിസിനസ് പ്രൊഫൈലിന് പ്രോപ്പറായിട്ടുള്ള ഒരു റീച്ച് ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിന് പ്രോപ്പറായിട്ടുള്ള റീച്ച് ഇല്ല. ഈ ഒരു റീച്ച് ഗൂഗിൾ എങ്ങനെ മനസ്സിലാക്കുമെന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന ഒരു ട്രാഫിക് അല്ലെങ്കിൽ ബിസിനസ് പ്രൊഫൈലിലേക്ക് വരുന്ന കോൾസ് അല്ലെങ്കിൽ മെസ്സേജസ്, ഇതെല്ലാം വെച്ചിട്ട് ഗൂഗിളിന് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് പ്രൊഫൈൽ ഈ ഒരു വെബ്സൈറ്റിന് പ്രോപ്പറായിട്ടുള്ള ഒരു റീച്ച് ഉണ്ടോ ട്രാഫിക് ഉണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഗൂഗിളിന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈ വരുന്ന റിവ്യൂസ് ജെനുവിൻ ആണോ, ഒരു ഷോർട്ട് പീരീഡിൽ ഇത്രയും റിവ്യൂസ് കയറാനുള്ള ഒരു ചാൻസ് ഈ കമ്പനിക്ക് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലും ഈ പറയുന്ന നമ്മുടെ റിവ്യൂസ് റിജക്റ്റ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. മൾട്ടിപ്പിൾ റിവ്യൂസ് ഫ്രം വൺ ഡിവൈസ്, നമ്മൾ ഏതെങ്കിലും ഒരു ടീമിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വെച്ച് ചെയ്യിപ്പിക്കുന്ന സമയത്ത് 1-2 റിവ്യൂസൊക്കെ സെയിം ഫോൺ വെച്ച് സെയിം ലാപ്ടോപ്പ് വെച്ചിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ഗൂഗിളിൽ സിമ്പിളായിട്ട് മനസ്സിലാവും നമ്മൾ ഈ പറയുന്ന എന്താ പറയുക ഫേക്ക് ആയിട്ടുള്ള റിവ്യൂസാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഒരാൾ തന്നെ 2-3 റിവ്യൂസൊക്കെ ചെയ്യുമ്പോൾ അതും റിജക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, മറ്റൊരു മെയിൻ പോയിൻ്റാണ് ഓവർ യൂസ് ഓഫ് ട്രിഗർ വേർഡ്സ്. ഓക്കെ, അതായത് കൂടുതലായിട്ട് കീവേഡ്സ് സ്റ്റഫ് ചെയ്യുക അല്ലെങ്കിൽ ബെസ്റ്റ് ടോപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കീവേഡ്സ് സ്റ്റഫ് ചെയ്തിട്ട് ട്രിഗർ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്ത് ചെയ്യുന്ന റിവ്യൂസും ഇതേപോലെ റിജക്റ്റ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. മറ്റൊരു പോയിൻ്റാണ് മൾട്ടിപ്പിൾ റിവ്യൂസ് യൂസിങ് സെയിം വൈഫൈ ഓർ നെറ്റ്വർക്ക്. നമ്മൾ നേരത്തെ ഇത് ഒരു പോയിന്റ് നമ്മൾ മെൻഷൻ ചെയ്തായിരുന്നു. അതായത് സെയിം IP അഡ്രസ്സിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ റിവ്യൂസ് ചെയ്യുമ്പോൾ അത് എന്താ പറയുക ഫേക്ക് ആയിട്ടുള്ള റിവ്യൂസ് ആണെന്നുള്ളതാണ് ഗൂഗിൾ കണക്കാക്കുന്നത്. അക്കൗണ്ട് ക്രിയേറ്റഡ് ജസ്റ്റ് ബിഫോർ പോസ്റ്റിംഗ് ദ റിവ്യൂ. നമ്മൾ ഇതേപോലെ ടീമിനെയൊക്കെ വെച്ചിട്ട് ചെയ്യിപ്പിക്കുന്ന സമയത്ത് അവർ പുതിയ അക്കൗണ്ട്, അവരുടെ പേഴ്സണൽ അക്കൗണ്ട് ഒന്നും വെച്ചായിരിക്കില്ല അവർ ചെയ്യുക. അവർ ഈ റിവ്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. തൊട്ടടുത്ത ടൈമിൽ അവരൊരു റിവ്യൂ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം ഇത്തരത്തിൽ വരുന്ന സമയത്ത് ഗൂഗിളിന് ഈ ഒരു അക്കൗണ്ടിൻ്റെ ജെനുവിനിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളതും അല്ലെങ്കിൽ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എത്ര നാളായി എന്നുള്ളതെല്ലാം ഗൂഗിളിന് അറിയാം. അപ്പോൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതാണെന്നുള്ളത് ഗൂഗിൾ മനസ്സിലാവും. ഗൂഗിൾ ആ ഒരു റിവ്യൂ റിജക്റ്റ് ചെയ്യും. അതൊരു മെയിൻ പോയിൻ്റാണ്. പിന്നെ വരുന്ന ഒന്നാണ് ഫ്രീക്വൻറ്റ് റിവ്യൂ പോസ്റ്റിംഗ് ഇൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ്. ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് പല ഏരിയയിലേക്ക് റിവ്യൂസ് ഒരു ഷോർട്ട് പീരീഡിൽ പോവുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും അത് ഗൂഗിളിന് മനസ്സിലാവും. റിവ്യൂവർ ഹാസ് നെവർ വിസിറ്റഡ് ദ ബിസിനസ് ലൊക്കേഷൻ. അതായത് ഇതുവരെ ആ ഒരു ബിസിനസ് ലൊക്കേഷൻ ഈ പറയുന്ന റിവ്യൂ ഇട്ട ആൾ വിസിറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ചില കേസുകളിൽ വിസിറ്റ് ചെയ്യണം നിർബന്ധമില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസൊക്കെ കൊടുക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസൊക്കെ കൊടുക്കുന്ന ആളുകളാണെങ്കിൽ അവർ വിസിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അല്ലാത്ത കേസുകളുണ്ട്. നമ്മൾ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോറൂം, അതായത് ഓൺലൈൻ കൊടുക്കുന്നില്ലാത്ത ഷോറൂമൊക്കെ ആണെങ്കിൽ മസ്റ്റായിട്ടും ആ ഒരു ലൊക്കേഷൻ വിസിറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു കേസ്. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഹോസ്പിറ്റൽ, ഡെൻ്റൽ കെയർ ഒക്കെ ആണെങ്കിൽ അവിടെ ചെന്നുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്.
നമ്മൾ ഓൾറെഡി നമ്മുടെ ബിസിനസ് പ്രൊഫൈലിൽ നമ്മളത് മെൻഷൻ ചെയ്യുന്നുമുണ്ട്. നമുക്ക് സൈറ്റിൽ വന്നുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണോ, അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി ചെയ്യുന്നുണ്ടോ, നമ്മുടെ ഓഫീസിൽ മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണോ എന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ബിസിനസ് പ്രൊഫൈലിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൂഗിളിന് പ്രത്യേകിച്ചൊരു ക്രോസ് ചെക്കിങ്ങിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ റിവ്യൂ ഇട്ടിരിക്കുന്ന ആൾ നമ്മുടെ സ്ഥലത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഗൂഗിളിന് ട്രാക്ക് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ കണ്ടിട്ടില്ലെന്നെങ്കിൽ അതും റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും നമ്മുടെ റിവ്യൂസ് എന്തുകൊണ്ട് റിജക്റ്റായി പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൗണ്ട് കൂടുന്നില്ല. പുതിയ റിവ്യൂസ് വരുന്നുണ്ട് പക്ഷേ കൗണ്ട് കൂടുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂ വരാനായിട്ട് കാരണമാകുന്നത്. ഓക്കെ, അപ്പം ഇതല്ലാണ്ട് കുറേ പോയിന്റ്സ് വേറെ ഉണ്ട്. പക്ഷേ കോമൺ ആയിട്ടും സംഭവിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് എന്താ പറയുക ഇഷ്യൂസാണ് ഞാനിപ്പോൾ നിലവിൽ മെൻഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതല്ലാതെ വേറെ ഏതെങ്കിലുമൊക്കെ പോയിന്റ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും നിങ്ങൾ പറയുക. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ കുറച്ച് നാൾ കൊണ്ട് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. അല്ലാതെ ഇത് ഗൂഗിൾ എവിടെയും ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുമില്ല. ഓക്കെ, അപ്പോൾ എല്ലാം വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് നമ്മുടെ ഒരു ലോജിക്ക് വെച്ചിട്ട് നമുക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഏതെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ദയവായിട്ട് പറയുക. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട്